സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരും. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. 10 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 11 ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. വിവരങ്ങളുമായി അഞ്ജു കൂടി ചേരുന്നുണ്ട്. അഞ്ജു, 2 ദിവസമായി സംസ്ഥാനത്ത് അതിശക്തമായ മഴ ലഭിക്കുന്നുണ്ട്. ഇതിപ്പോൾ അതിശക്തമായ മഴ തുടരുമെന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. മറ്റ് വിശദാംശങ്ങൾ കൂടി. തീർച്ചയായും അവന്തിക, അങ്ങനെ തന്നെയാണ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് തന്നെയാണ് സാധ്യത. 2 ദിവസമായി നല്ല രീതിയിൽ മഴ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ലഭിക്കുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ വടക്കൻ കേരളത്തിലാണ് ലഭിക്കുന്നത്. അത് അങ്ങനെ തന്നെ തുടരും. ഇന്ന് 2 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത്. കണ്ണൂരും കാസർഗോഡുമാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത്. ഇവിടെ അതിശക്തമായ മഴയ്ക്കാണ് ഇന്ന് സാധ്യത. 10 ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട് മുതൽ ആലപ്പുഴ വരെയുള്ള 10 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൊല്ലം, തിരുവനന്തപുരം ജില്ലയിലാണ് ഇന്ന് മുന്നറിയിപ്പ് ഇല്ലാത്തത്. ബാക്കി എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നാളെ 11 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത്. അത് കാസർഗോഡ് മുതൽ പത്തനംതിട്ട വരെയുള്ള ജില്ലകളിലാണ്. അതായത് കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലാണ് നാളെ യെല്ലോ അലർട്ട് ഉള്ളത്. ഇവിടെയും ശക്തമായ മഴയ്ക്ക് തന്നെയാണ് നാളെ സാധ്യതയുള്ളത്. മാത്രമല്ല, ഈ ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെട്ടിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ഈ ന്യൂനമർദ്ദത്തിന്റെ ഫലമായി വരുന്ന 2 ദിവസം കൂടി സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് കൂടി സാധ്യതയുണ്ട്. ഇത് കണക്കിലെടുത്ത് മത്സ്യബന്ധനത്തിനുള്ള ഒരു വിലക്ക് കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെ വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. അതിപ്പോൾ കൂട്ടിയിട്ടുണ്ട്. കർണാടക തീരത്ത് ഈ മാസം 7-ാം തീയതി വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ലക്ഷദ്വീപ്, കേരള തീരങ്ങളിൽ നാളെയും മറ്റന്നാളും മാത്രമാണ് ഈ വിലക്കുള്ളത്. കർണാടക തീരത്താണ് വിലക്ക് നീട്ടിയിരിക്കുന്നത്. 7-ാം തീയതി വരെ ഈ വിലക്ക് തുടരും. കാറ്റിന്റെ സാധ്യതയാണ്. കാറ്റിന്റെ വേഗത കൂടാനുള്ള ഒരു സാധ്യത കൂടി ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റ് വീശാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇത് കണക്കിലെടുത്ത് ഈ മലയോര മേഖലയ്ക്കും തീരപ്രദേശങ്ങളും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവും കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് നൽകിയിട്ടുണ്ട്. നദികളുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള മുന്നറിയിപ്പുകൾ ഒന്നും നൽകിയിട്ടില്ല. നെയ്യാർ ഡാമിൽ മാത്രമാണ് ഈ ഒരു റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് നെയ്യാർ ഡാമിന്റെ സംഭരണ ശേഷിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ്. എന്തായാലും ഡാം തുറന്നുവിടുന്ന കാര്യവുമായി ബന്ധപ്പെട്ട്, ഡാമിന്റെ ഷട്ടർ തുറന്നുവിടുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് അപ്ഡേറ്റുകളൊന്നും ലഭിക്കുന്നില്ലെങ്കിലും ഡാമിലെ ജലനിരപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 3ാമത്തെ മുന്നറിയിപ്പായ റെഡ് അലേർട്ടാണ് നെയ്യാർ ഡാമിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് എന്തായാലും വരുന്ന ദിവസങ്ങളിൽ 4 ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് തന്നെയാണ് സാധ്യതയുള്ളത്. ഇന്ന് 2 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും 10 ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ്. ശരി അഞ്ജുവാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്.